ആദിൽ പാലോട് രണ്ടു കാര്യങ്ങൾ. ഇന്നലെ അർദ്ധരാത്രിയിൽ പതിവ് പോലെ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പൂഞ്ചിലും കുപ്വാരയിലുമെല്ലാം ഇന്നലെയും വീണ്ടും നമ്മളുടെ സൈനിക പോസ്റ്റുകൾക്കെതിരെ പാകിസ്ഥാൻ നിറയൊഴിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭീകരടുത്തേക്ക് എത്താൻ ഇന്ത്യൻ സൈന്യം നന്നേ ക്ലേശിക്കുന്നുണ്ടെങ്കിലും അത് ഏകദേശം യാഥാർത്ഥ്യമാവുന്നു. തൊട്ടടുത്തേക്ക് നമ്മൾ എത്തുന്നു. മറുഭാഗത്ത് പാകിസ്ഥാൻ ഈ സമയത്തും തുടർച്ചയായ ഷെല്ലാക്രമണവും വെടിയുതിർക്കലും തുടരുകയാണോ ഇന്ത്യൻ മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെ? ഉറപ്പായും അരുൺകുമാർ, തുടർച്ചയായ 4ാം ദിവസവും അർദ്ധരാത്രി ഈ രൂപത്തിൽ ഇന്ത്യയുടെ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തെയാണ് നമ്മൾ കാണുന്നത്. കുപ്വാരയിലും പൂഞ്ചിലുമാണ് ഇന്നലെ അർദ്ധരാത്രി വെടിവെച്ചതായുള്ള റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പാകിസ്ഥാൻ വെടിവെക്കുമ്പോൾ തിരിച്ചടിക്കുകയാണ്. ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യവും നൽകുന്നുണ്ട്. പാക് പ്രകോപനം ഇന്നലെ അർദ്ധരാത്രിയിലാണ് പാകിസ്ഥാൻ സൈന്യം കുപ്വാരയിലും പൂഞ്ചിലും പ്രകോപനം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. കൃത്യമായ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി പലയിടങ്ങളിലും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാനിൽ നിന്നും വെടി ഉതിർക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. കൃത്യമായ തിരിച്ചടി ഈ രൂപത്തിൽ തന്നെ വെടിവെച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യവും നൽകുന്നുണ്ട്. അതേ സമാനമായ സാഹചര്യമാണ് ഇന്നലെ അർദ്ധരാത്രിയും ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു ഭാഗത്ത് ഭീകരരെ പിടിക്കാനുള്ള ഒരു മിഷൻ അത് സജീവമായതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോഴും പാകിസ്ഥാന്റെ പ്രകോപനം വാചകങ്ങളിൽ മാത്രമല്ല ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തുകൊണ്ടുകൂടി എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അരുൺ. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, അതിൽ നിൽക്കുന്ന പഹൽഗാമിൽ ഇന്നലെ മുതൽ കൂടുതൽ യാത്രികരൊക്കെ എത്തിത്തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സഞ്ചാരികൾ എത്താനാണ് ഇനിയും സാധ്യത. ഇന്നു മുതൽ ബൈസരൻ വാലിയും ടൂറിസ്റ്റുകൾക്ക് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കും. സുരക്ഷാ വലയത്തിലാണ് പഹൽഗാമെങ്കിലും അവിടെ യാത്രക്കാർക്ക് വരുന്നതിനൊരു തടസ്സവുമില്ല. അവിടെ കൂടുതൽ യാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സീസണാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുമോ എന്ന് കാശ്മീരികൾ ഭയന്നത്. ഭരണകൂടം എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ ഇപ്പോൾ അതിൽ നിൽക്കുന്ന സ്ഥലത്തടക്കം സഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുകയാണോ അതിൽ? സഞ്ചാരികൾ പഹൽഗാമിലേക്ക് എത്തുന്നില്ല. പഹൽഗാം കഴിഞ്ഞ് ബൈസരൻ വാലിയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ സാധാരണഗതിയിൽ ഇത് ബൈസരൻ വാലിക്ക് കടന്നു പോകുന്ന ഭാഗമാണ്. ഇവിടെയൊക്കെയാണ് പോണികളിൽ നിർത്തി ആളുകൾ വിലപേശുകയും അവരുടെ ജീവിതം കണ്ടെത്തുകയും ചെയ്തിരുന്നത്. മനോഹരമായൊരു പുഴ നമുക്കറിയാം, അതിൻ്റെ കൈവഴി ഇതുവഴി ഒഴുകുന്നത് കാണാം. ഈ രൂപത്തിൽ അതിമനോഹരമായൊരു സ്ഥലം, ഇത്രമേൽ സുന്ദരമായൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയുമോ ജീവിതത്തിൽ എന്നുള്ളതാണ്. അത്രയും മനോഹരമായൊരു സ്ഥലത്ത് ഈ രൂപത്തിൽ ഭീകരാക്രമണം നടക്കുന്നു. ഇവിടേക്ക് ആളുകൾ വരുന്നില്ല. അരുൺ, നമ്മളൊക്കെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇവിടെ ഒന്നും ആളുകളില്ല. ഇന്നലെ ഹോട്ടലുകാരോട് ചോദിക്കുമ്പോൾ 100 കണക്കിന് ബുക്കിംഗ് ആണ് മുടങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇവരുടെ അന്നം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ഭീകരർക്ക് കൃത്യമായി എതിരായൊരു നിലപാടിലേക്ക് കശ്മീരികൾ എത്തുന്നതിന് അതിൽ സാഹചര്യം ഒരുക്കുന്നുമുണ്ട്. ഏതായാലും ബൈസരൻ വാലി തുറന്നു കൊടുക്കുന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പഹൽഗാമിലൊക്കെ കൃത്യമായ സുരക്ഷ, ഓരോ 50 മീറ്റർ മാറുമ്പോഴും CRPF ജവാന്മാർ നിന്നുകൊണ്ടുള്ള സുരക്ഷയുണ്ട്. ചില കേന്ദ്രങ്ങളിൽ കൂടുതൽ സൈനികർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സുരക്ഷ കർശനമാണ് കശ്മീരിലെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിൽ തുടർ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഊർജിതമായ തിരച്ചിലും ശക്തമായ ഒരു സുരക്ഷാ വിന്യാസമാണ് പല പ്രദേശങ്ങളിലും ഉള്ളത് അരുൺ.